AK ബാലനും MV ജയരാജനും അതുപോലെ പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷും അവരുടെ പ്രതികരണങ്ങൾ അധികം വൈകാതെ അറിവാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതുവരെ കേൾക്കാത്തതുകൊണ്ട് ആ വിഷയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സ്വയം പ്രഖ്യാപിത രേഖയാണ്. അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ്, വ്യക്തമാണ്, വിശദമാണ്. കമ്പനീസ് ആക്ടിലെ എല്ലാ വ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. കരിമണൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതിന് പ്രതിഫലമായി അല്ലെങ്കിൽ പ്രത്യുപകാരമായി എന്തെങ്കിലും സേവനം ഈ കമ്പനി കൊടുത്തിട്ടില്ല എന്നും എന്ത് സേവനമാണ് കൊടുത്തത് എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു സേവനവും ചെയ്യാതെയാണ് ഈ പണം കിട്ടിയത് എന്ന കാര്യം നമുക്ക് നേരത്തെ അറിയാവുന്ന. കമ്പനിക്ക് 3 ലക്ഷവും വീണയ്ക്ക് 5 ലക്ഷവും വീതം കൊടുത്തുകൊണ്ടേയിരുന്നതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണെന്നും അത് എന്തിനുള്ള പ്രത്യുപകാരമാണ്, എന്തിനുള്ള പ്രതിഫലമാണ് എന്നൊക്കെ പരക്കെ അറിവുള്ളതാണ്. അതിനിപ്പോൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ പ്രത്യേകിച്ച് ഒരു റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല.